മനസ്സിലാക്കാതെ പോകുന്നൊരു കാലഘട്ടമാണ്. പിതൃദേവൻ ആര് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാലഘട്ടമാണ്. ആ തരത്തിൽ നമ്മുടെ ധർമ്മവും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ എത്രയോ പുറകോട്ട് പോയിരിക്കുന്നു. പിതൃക്കളുടെ മുഴുവൻ അതിദേവനായിരിക്കുന്നത് ശ്രീ ജനാർദ്ദന സ്വാമിയാണ്. നമ്മുടെ നാടിൻ്റെ ഏത് ഭാഗത്തിരുന്നായാലും ശരി, നാട് മീൻസ് ഭാരതത്തിൻ്റെ മുഴുവൻ, ഇനി അഥവാ ഭാരതത്തിൻ്റെ പുറത്ത് എവിടെയെങ്കിലും ഇരുന്നായാലും ശരി, ആരെങ്കിലും സ്വന്തം പിതൃക്കൾക്ക് ആവശ്യമായിട്ടുള്ള ശ്രാദ്ധ കർമ്മങ്ങൾ ചെയ്യുന്ന സമയത്ത് അതിന് മുഴുവൻ സമർപ്പിക്കപ്പെടുന്നത് ശ്രീ ജനാർദ്ദന സ്വാമിയുടെ പാദ അമരങ്ങളിലേക്കാണ്. അതുകൊണ്ട് ശ്രീ ജനാർദ്ദന പ്രിയത എന്ന് പറഞ്ഞിട്ടാണ് അവസാനിപ്പിക്കുന്നത്. അത്രയ്ക്കായാണ് പിതൃദേവൻ എന്ന് പറയുന്നത്. നമ്മൾക്കാർക്കും പിതൃക്കളില്ലെന്ന് പറയാനൊക്കില്ലല്ലോ. നമ്മുടെ പിതൃക്കൾ ചെയ്തിട്ടുള്ള പല പല കർമ്മങ്ങളുടെയും അവരുടെ പുണ്യ പ്രവൃത്തികളുടെയും പാപപ്രവൃത്തികളുടെയും ഒക്കെ വാഹകരായിട്ടാണ് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വാഹകരായിട്ടാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ പൂർവികരായിട്ടുള്ളവർ ചെയ്തിട്ടുള്ള പുണ്യപാപങ്ങൾ മുഴുവൻ പിൽക്കാലത്ത് വഹിച്ചുകൊണ്ട് പോകുന്നതാണ് സങ്കല്പം. അങ്ങനെ വരുമ്പോൾ അവർ ചെയ്തിട്ടുള്ള പുണ്യത്തെ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കും. നിങ്ങളുടെ പിതൃക്കൾ ചെയ്തിട്ടുള്ള പുണ്യകർമ്മങ്ങളെ നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തെ നയിക്കാൻ, ശക്തിപ്പെടുത്താൻ, ബലവത്താക്കാൻ ഇടയാക്കും. അതുപോലെ തന്നെ അവർ ചെയ്തിട്ടുള്ള പാപകർമ്മങ്ങളെ നിങ്ങളെ ശക്തിപ്പെടുത്താതിരിക്കാനും ബലപ്പെടുത്താതിരിക്കാനും ഇടയാക്കും. അതുകൊണ്ട് ഇത്തരം കർമ്മങ്ങൾ നടക്കുന്ന സമയത്ത് ഇപ്പൊ പ്രേംരാജനെ പോലെയുള്ളവർക്ക് അവരത് ചെയ്യുന്നതാണ്. ഇതൊക്കെ ചെയ്ത് കർമ്മങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് അവസാനം പറയും, യാനിജ പാപാനി ജന്മജന്മാന്തരജ താനി മനസ്സഞ്ച പ്രദക്ഷിണ പതേ പതേ എന്ന് പറയുന്നത്. കാലാകാലങ്ങളായി ജന്മജന്മാന്തരങ്ങളായി ചെയ്തു പോയിട്ടുള്ള പാപകർമ്മങ്ങൾ ഉണ്ടെങ്കിൽ ആ പാപകർമ്മങ്ങൾ നമ്മൾ ഇറങ്ങി മാറി ഈ എനർജി കൺവെർട്ട് ആവും. എനർജിയെ മാറ്റാനൊക്കില്ല, നശിപ്പിക്കാനൊക്കില്ല. അത് ഈ അന്തരീക്ഷത്തിൽ ഇങ്ങനെ കറങ്ങിത്തിരിഞ്ഞ ഫ്ലോയിൽ കറണ്ടില് അതിങ്ങനെ പോസിറ്റീവ് എനർജിയായിട്ട് മാറ്റാനുള്ള ഒരു പ്രക്രിയ ഈ പ്രപഞ്ചത്തിലെ പ്രകൃതിയിലുണ്ട്. പക്ഷെ അത് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ പ്രോസസ്സ് കൂടി ചെയ്യണം. അപ്പൊ നമ്മളിലിരിക്കുന്ന നിങ്ങളൊക്കെ വാഹകരാണ്. ഞാൻ പറയും, വഹിച്ചുകൊണ്ടേ പോകുന്ന, അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ അത്തരം പാപകർമ്മങ്ങളെ നിങ്ങളിൽ നിന്നും കണ്ടിന്യൂസ് ആയിട്ട് പുറകിലോട്ടുള്ളവർ ചെയ്തു പോയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ ചെയ്ത പ്രവൃത്തികളിലുള്ളതെല്ലാം തന്നെ തിരിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പ്രവൃത്തികൾ നിങ്ങൾ ചെയ്യുന്നത് അപ്രദക്ഷിണമാണ്. പ്രദക്ഷിണമല്ല ചെയ്യുന്നത്, അപ്രദക്ഷിണമാണ് ചെയ്യുന്നത്. വലതിൽ നിന്നും ഇടതോട്ട് തന്നെ തിരിഞ്ഞ് പ്രദക്ഷിണം ചെയ്യും. ഒരു സ്ക്രൂ ഇങ്ങനെ തിരിച്ചാൽ, സ്ക്രൂ നമ്മൾ ഇടതു നിന്ന് വലതേക്ക് തിരിച്ചു കഴിഞ്ഞാൽ അത് ടൈറ്റ് ചെയ്യാം. നിങ്ങൾ ഈ ഇത് ചെല്ലിയിട്ട് ഇടതുനിന്ന് വലതോട്ടാണ് തിരിയുന്നതെങ്കിൽ ആ പാപകർമ്മങ്ങൾ കുറെ കൂടെ ടൈറ്റാക്കി വെച്ച് കിടക്കും. പക്ഷെ തിരിച്ച് വലതുനിന്ന് ഇടതുനിന്ന് നിങ്ങൾ ഒരു സ്ക്രൂ പിടിച്ച് കിടക്കാൻ തിരിയുന്നു വരും. അങ്ങനെയാണ് തിരിയുന്നത്. ഈ കാര്യങ്ങൾ പല കുറേ കാലങ്ങളായി ചെയ്തു വരുന്നതാണ്. ഇതൊക്കെ ആരെ മുന്നിൽ നിർത്തിയിട്ടാണ്? സാക്ഷാൽ ശ്രീ ജനാർദ്ദന ഭഗവാനെ സ്വാമിയാണ്. അതാണ് പിതൃദേവനായിരിക്കുന്ന ശ്രീ ജനാർദ്ദന സ്വാമി. അതുകൊണ്ടാണ് പിതൃദേവനായിരിക്കുന്ന ജനാർദ്ദന സ്വാമിക്ക് അവസാനം ഈ കർമ്മങ്ങളൊക്കെ പരിസമാപ്തിയുണ്ടെന്ന് ശ്രീ ജനാർദ്ദന പ്രിയതാം എന്ന് പറഞ്ഞ് അവർ അവസാനിക്കും. അതുകൊണ്ട് അവിടെ നിന്നാണ് നമ്മുടെ ഈ സംഘടന ആരംഭിച്ചിരിക്കുന്നത്. ഇന്ന് നമ്മുടെ നാട്ടിലുണ്ടാവുന്ന നമ്മുടെ വിശ്വാസം സങ്കല്പങ്ങളാണ്. ഇന്ന് ധാർമ്മികമായ ശരിയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. അമ്മ മക്കളെ കൊല്ലുന്നു, മക്കള് അമ്മയെ കൊല്ലുന്നു. പത്രവാർത്ത എടുത്തു കഴിഞ്ഞാൽ ഈ തരത്തിലാണ്. തലക്കടിച്ചു കൊല്ലുന്നു. മക്കൾ തന്നെ വന്നിട്ട് അച്ഛനെ അമ്മയെ തലക്കടിച്ചു കൊല്ലുന്നു. അമ്മ നല്ല അവനെ ഇഷ്ടപ്പെട്ട മത്സ്യമൊക്കെ വാങ്ങിച്ചു കൊടുത്ത് കറി വയ്ക്കാൻ വേണ്ടി എല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ അമ്മയുടെ മകൻ വന്ന് അവരുടെ മണ്ണയ്ക്ക് കടിച്ചു കൊല്ലുന്നു. അല്ലേ? ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കും നമ്മുടെ നാട്ടില്? ഈ തരത്തിലുള്ള നമുക്ക് വിശ്വസിക്കാൻ കൂടി കഴിയാത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത് നമ്മുടെ ഈ ഒരു പ്രവർത്തന പദ്ധതിയിൽ നമ്മൾ അകന്നു മാറിപ്പോയിരിക്കുന്നു. നമ്മുടെ പിതൃക്കളുമായിട്ട് നമുക്ക് യാതൊരു കാര്യമില്ല. പിതൃ തർപ്പണം തന്നെ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, പിതൃക്കൾക്ക് വേണ്ടിയിട്ടല്ല. പിതൃക്കളുടെ നമ്മുടെ ശ്രേയസിന് വേണ്ടിയിട്ടാണ്. പിതൃശാപം എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടോ. അപ്പൊ പിതൃ മോക്ഷം എന്നൊക്കെ പറയാൻ അവർ മോക്ഷം പ്രാപിച്ചിട്ട് പോയി, എല്ലാം കഴിഞ്ഞു. പക്ഷെ അവരുടെ അവശേഷിക്കുന്ന ശക്തി ഇവിടെ നിലനിൽക്കുന്നതിനെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. നിങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ, നിങ്ങളുടെ ജീവിതത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട്, നിങ്ങളുടെ ആപത്തുകളിൽ നിന്ന് രക്ഷ ചെയ്യാൻ സാധിക്കുന്ന ഒരു ശക്തിയായിട്ട് നിങ്ങളുടെ പിതൃക്കളുടെ ശക്തി ഇവിടെ അവശേഷിക്കുന്നുണ്ട്. അവരത് കൊണ്ടുപോയിട്ടില്ല.
ബാങ്ക് അക്കൗണ്ടും ഭൂമിയും കൊണ്ടുപോകാത്തതുപോലെ തന്നെ അവർ ചെയ്തിട്ടുള്ള ആ പുണ്യപാപങ്ങളുടെ ആ ശക്തിയുടെ കിടപ്പുണ്ട്. അതിനെ സ്വീകരിക്കുക, പാപശക്തിയെ ഞാൻ പറഞ്ഞ അപ്രദക്ഷിണയുടെ മാറ്റുക. ഇങ്ങനെ ഒരു ജീവിതചര്യ ഭാരതത്തിലുടനീളം ഉണ്ടായില്ല. പക്ഷെ നമുക്ക് നഷ്ടപ്പെട്ടു. നമ്മുടെ പൂർവികമായ നമ്മുടെ സനാതന ധർമ്മം തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. അപ്പൊ അതൊക്കെ തന്നെ നിലനിർത്താൻ ഉള്ള തരത്തിലുള്ള കാര്യങ്ങളെ പലപ്പോഴും എന്ത് ചെയ്തു? തമസ്കരിക്കപ്പെട്ടു. അങ്ങനെ തമസ്കരിക്കപ്പെട്ട ഒരു മഹാപുരുഷനാണ് ശ്രീനാരദൻ. ശ്രീനാരദൻ ദേവർഷിയാണ്. ഉപനിഷത്തുകളും വേദങ്ങളും സർവവും എവിടെ പരാമർശിച്ചാലും നാരദ മഹർഷിയെ പരാമർശിച്ചു. നാരദ മഹർഷിയിലൂടെയാണ് നമ്മൾ ഏതെങ്കിലും ഒരു തത്വചിന്തയിലേക്ക് പോകണം. ഭാരതത്തിന് ഉപനിഷത്തിന് മറ്റേത് കാര്യത്തിലേക്ക് പോകുമ്പോൾ അതൊക്കെ തന്നെ നാരദ പരാമർശം, നാരദ സാന്നിധ്യം, നാരദ സ്പർശം ഉള്ളതാണ്. നാരദനിലൂടെയാണ്. നാരദൻ 7 ലോകങ്ങളും 14 ലോകങ്ങളും ഇങ്ങനെ ചുറ്റി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചുറ്റി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പ്രപഞ്ചത്തിന്റെ സമതുലിതാവസ്ഥയെ നിലനിർത്തുകയാണ്. ഈ പ്രപഞ്ചത്തിന്റെ സമതുലിതാവസ്ഥ എന്ന് പറയുന്നത് സത്യധർമ്മങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണ്. ധർമ്മ അധർമ്മങ്ങൾ വരികയാണ്. നമ്മുടെ ശരീരത്തില് ഷുഗർ കൂടിയാൽ കുഴപ്പം, കുറഞ്ഞാൽ കുഴപ്പം. രണ്ടിന്റെ ഒരു സമതുലിതാവസ്ഥയുണ്ട്. നിങ്ങളുടെ ശരീരത്തിനകത്ത് മഗ്നീഷ്യം കുറഞ്ഞാൽ കുഴപ്പം, കൂടിയാൽ കുഴപ്പം. ശരീരം ഒരു പ്രകൃതിയാണ്, പ്രപഞ്ചം. ആ ശരീരമാകുന്ന പ്രപഞ്ചത്തിൽ പോലും ആ താളാത്മകത, സമതുലിതാവസ്ഥ നഷ്ടമായാൽ നമ്മുടെ ശരീരം അപകടത്തിലാവും. പ്രപഞ്ചവും അങ്ങനെയാണ്. ആ പ്രപഞ്ചം ഒരു ശരീരം, പ്രപഞ്ച ശരീരമാണ്. പ്രപഞ്ച ശരീരത്തിന്റെയും സമതുലിതാവസ്ഥ നിലനിൽക്കണം. ആ സമതുലിതാവസ്ഥ എപ്പോൾ താളം തെറ്റുന്നോ ആ സമയത്താണ് നാരദ മഹർഷി പ്രത്യക്ഷമാകുന്നത്. നാരദ മഹർഷി ഇങ്ങനെ ബ്രഹ്മാവിന്റെ മാനസപുത്രങ്ങളിൽ ഒരാളാണ് നാരദ മഹർഷി. അപ്പൊ ആ നാരദ മഹർഷി ചെയ്ത ദൗത്യം ഒരു മഹാദൗത്യമാണ്. അദ്ദേഹം ഓരോ സ്ഥലത്തും പ്രത്യക്ഷപ്പെട്ട് ചില കാര്യങ്ങൾ വേണ്ട പോലെ സംസാരിച്ച് പറഞ്ഞ് അതിനെ പരിഹരിക്കുകയാണ്. നമ്മൾ കാണുന്നത് നാരദൻ അവിടെയും വന്ന് പറഞ്ഞു, ഇവിടെയും വന്ന് പറഞ്ഞു, 2 കൂട്ടരെയും അടിച്ചു, കലഹിപ്പിച്ചു. നാരദൻ ഒരു മഹായേഷണിക്കാരൻ എന്നാണ് ഇന്ന് ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ചിത്രീകരിക്കപ്പെടേണ്ടത് ആരുടെയൊക്കെയോ ചിലരുടെ അജണ്ടകളാണ്. ഇത്രയും വേദമറിയുന്ന നമ്മുടെ ധർമ്മത്തിന്റെ മുഴുവൻ ജ്ഞാനം മുഴുവൻ അടങ്ങിയിരിക്കുന്ന ഒരു സർവകലാശാലയാണ് നമ്മുടെ സമൂഹത്തിന് മുന്നിൽ പിടിച്ചടച്ചിരിക്കുന്നത് നാരദന്റെ തമസ്കരണത്തിലൂടെ. നാരദ മഹർഷിയെ അറിഞ്ഞാൽ നമുക്ക് ഈ പുരാണ ഇതിഹാസങ്ങൾ വേദങ്ങൾ മുഴുവൻ നമുക്ക് സ്വായത്തമാക്കും. നാരദ മഹർഷി പറഞ്ഞത് ഏഷണിയല്ല. നാരദ മഹർഷി പറഞ്ഞത് സത്യധർമ്മത്തിന്റെ സംസ്ഥാപനത്തിന് വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ നേരായ മാർഗത്തിലൂടെ സഞ്ചരിച്ച് നിങ്ങളുടെ കർമ്മം ഏതാണോ ആ കർമ്മമണ്ഡലം മനസ്സിലാക്കിയിട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, കർമ്മത്തിൽ നിന്ന് വ്യതിചരിക്കുന്ന സമയത്തും നാരദ മഹർഷി പ്രത്യക്ഷം. എന്നിട്ട് നിങ്ങളെ നേരായ കർമ്മമാർഗത്തിൽ തിരിച്ചു പിടിച്ചെടുക്കും. നമ്മളൊക്കെ ജനിച്ചത് എന്ത് കർമ്മം ചെയ്യാനാണ് നമുക്കറിയാം. നമ്മൾ ജനിച്ചത് എന്തോ ഒരു മഹത്തായ കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജനിച്ചതെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങൾ അതായിരിക്കുന്നില്ല, അല്ലേ? ശ്രീരാമചന്ദ്രൻ സീതാദേവി ഒരു വനത്തിലേക്ക് പോകുന്നു. അതിന് മുൻപുള്ള കഥ, രാമായണത്തിലെ കഥ, മന്ദിരം പ്രത്യക്ഷപ്പെടുന്നു. ഇതിനു മുമ്പ് ആര് പ്രത്യക്ഷപ്പെടുന്നു? ശ്രീനാരദ മഹർഷി പ്രത്യക്ഷപ്പെടുന്നു. ദശരഥ മഹാരാജന്റെ മൂത്തപുത്രനായി ശ്രീരാമചന്ദ്രൻ അങ്ങനെ രാജാവായി അവിടെ അങ്ങനെ എല്ലാം കഴിഞ്ഞ് മുന്നോട്ട് പോയിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിത ഉദ്ദേശം, ആ ജന്മ ഉദ്ദേശം, അവതാര ഉദ്ദേശം നടക്കില്ല. അപ്പൊ അതിനെ നേരായ വഴിക്ക് മാറ്റിവിടാനാണ് അങ്ങനെ മന്ദരയിലൂടെ ഈ കാര്യം നടക്കുന്നത്. അങ്ങനെ ഓരോരോ കാര്യങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകുന്ന സമയത്ത് എവിടെയൊക്കെ നാരദൻ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടോ, എവിടെയൊക്കെ എന്തൊക്കെ നാരദൻ പറഞ്ഞിട്ടുണ്ടോ, അതിന്റെ പരിസമാപ്തി എന്ന് പറയുന്നത് ധർമ്മസംസ്ഥാപനമാണ്. സത്യധർമ്മങ്ങളെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. ലോകത്തിന്റെ പ്രപഞ്ചത്തിന്റെ സമതുലിതാവസ്ഥയെ പിടിച്ചു നേരെയാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത്രയും മഹത്തായ ഒരു പുരാണ പുരുഷനെയാണ് ഏഷണിക്കാരൻ, കലഹപ്രിയൻ, കലഹമുണ്ടാക്കുന്നവൻ എന്നൊക്കെ പറഞ്ഞ് നശിപ്പിച്ച്, അപഹസിച്ച്, തമസ്കരിച്ച് നമ്മുടെ കുട്ടികളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. നമ്മുടെ നാട്ടിലൊക്കെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് നുണ പറയുന്നെങ്കിൽ അവനെ നാരദനെന്ന് വിളിക്കുക, ഇതൊക്കെ ചെയ്യും. അതല്ല നാരദൻ. ഞാൻ ഈ പറഞ്ഞതാണ് നാരദ മഹർഷി. നാരദ മഹർഷിയെ പോലുള്ള അറിവും അദ്ദേഹം മഹാ തപസ്യാണ്. അദ്ദേഹം നമ്മുടെ പുരാണങ്ങളെയും ഇതിഹാസങ്ങളെയും അങ്ങനെ കീർത്തനം ചെയ്തുകൊണ്ട് 14 ലോകങ്ങളിലും പോകുന്നതാണ്. നാരദ ജയന്തി വരുന്നത് ഈ മെയ് മാസം, വൈശാഖ മാസം ആദ്യമാണ്.
നമ്മുടെ തെക്കൻ ഭാഗത്തൊക്കെ തന്നെ ജ്യേഷ്ഠമാസത്തിലേക്കാണ് വരുന്നത്. മെയ് മാസം അവസാനമാണ്. ഇന്നിപ്പോ ഇന്ത്യയിലാകമാനം അത് ഏകീകരിച്ച് മെയ് 2, 3 തീയതികളിലായിട്ട് നടക്കുകയാണ്. നമ്മളിപ്പോൾ നാരദ ജയന്തി കേൾക്കുമ്പോൾ അത്ഭുതം തോന്നും. പക്ഷെ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ, വടക്കേ ഇന്ത്യയിൽ പോയി കഴിഞ്ഞാൽ നാരദ ജയന്തി ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അവരവിടെ പലരും ആഘോഷിക്കുന്നത് പത്രക്കാരുടെ ദിനമായിട്ടാണ് അവർ ആചരിക്കുന്നത്. കാരണം ഈ 14 ലോകങ്ങളിലും യഥാസമയം വാർത്താവിനിമയം കൃത്യമായി ചെയ്തുകൊണ്ടിരുന്ന ഒരു മഹാമുനിയാണ് നാരദ മഹർഷി. ഇത്രയും വലിയ വാർത്താവിനിമയ ശൃംഖല ഇപ്പോഴൊക്കെ നമ്മൾ ഇതിലൊക്കെ അല്ലെ, സോഷ്യൽ മീഡിയയിൽ മറ്റ് സാറ്റലൈറ്റ് ഒക്കെ വന്നത്. ഇതൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ നാരദ മഹർഷി ഈ 14 ലോകങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു വലിയ വാർത്താവിനിമയ ശൃംഖല സ്ഥിതിപറ്റി. ആ വാർത്തകൾ ഇന്നത്തെ പത്രധർമ്മം പോലെയല്ല. യഥാർത്ഥ പത്രധർമ്മം, സത്യത്തിന് വേണ്ടിയിട്ടാണ് പത്രങ്ങൾ നിലകൊള്ളേണ്ടത്. ധർമ്മത്തെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് പത്രങ്ങൾ നിലകൊള്ളേണ്ടത്. അല്ലാതെ സമൂഹത്തിൽ വിഭാഗീയത ഉണ്ടാക്കാനല്ല. കളങ്കങ്ങൾ, കള്ളത്തരങ്ങൾ വിളിച്ചു പറഞ്ഞിട്ട് സമൂഹത്തിലെ അടിയും അക്രമവും കൊള്ളയും കൊലയ്ക്കും സാഹചര്യം ഉണ്ടാക്കി കൊടുക്കലല്ല.